नमस्ते दोस्तों, मैं जाबिर हूँ और आपका स्वागत है मेरा हिंदी क्लास में। आप हिंदी बोलना सीखना चाहते हैं, इस ചാനൽ आपके लिए। तो चलिए शुरू करते हैं. നമ്മൾ ഇപ്പോൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെ ഹിന്ദിയിൽ വേർഡുകൾ തമ്മിൽ കണക്ട് ചെയ്ത് സംസാരിക്കാം അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ സേ എന്ന് പറയുന്ന ഒരു വ്യക്തിപ്രത്യയം പഠിച്ചു, കോ പഠിച്ചു, ക, കി, കെ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്കൊന്നും കൂടി ഒന്ന് റീക്യാപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു വേർഡുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വിഭക്തിപ്രത്യയം എന്ന് പറയുന്ന സംഗതിയാണ് ഹിന്ദിയിൽ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. വിഭക്തിപ്രത്യയങ്ങൾ ഒരു 8-9 വരുന്നുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സേ, കോ, കെ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സേ എന്ന് പറയുന്ന സംഗതിക്ക് തന്നെ ഒരു 4-5 അർത്ഥങ്ങൾ വരുന്നുണ്ട്. അപ്പോ അത് ഏതൊക്കെയായിരുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന്, മുതൽ, കൊണ്ട്, കാൽ, ഓട്, ഇത്രയും സംഗതികൾ. കാരണം അതൊക്കെ നമുക്ക് ഈ ഒരു വേർഡുകളൊക്കെ നമുക്കൊരു വേർഡ് ഒരു എന്തെങ്കിലും കാര്യമായിട്ട് സംഗതികൾ പറയുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ടായിരിക്കും അത് കൂട്ടി യോജിപ്പിച്ച് പറയേണ്ടി വരിക. അപ്പൊ നമുക്ക് അവിടെ സേ ആണ് യൂസ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഏതൊക്കെയാണ് സേന്റെ അർത്ഥങ്ങൾ വരുന്നത്? നിന്ന്, മുതൽ, കൊണ്ട്, കാൽ, ഓട്. ഓക്കെ, അതുപോലെ കോ എന്ന് പറയുന്ന സംഗതിയും നമുക്ക് വ്യക്തിപ്രത്യയപ്പെടുന്നതാണ്. അതായത് വാക്കുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കേണ്ട സംഗതി തന്നെയാണ് കോ എന്ന് പറയുന്ന പ്രത്യയവും. അപ്പോ കോയുടെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ്? ക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ക്ക് അവനക്ക്, ഇവനക്ക്, എനിക്ക്, ഇക്ക് ആണ്. അതുപോലെ ന് അവന്, ഇവന്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നില്ല, അതിനാണ് ആ ന്. അതുപോലെ യെ, ലെ എന്ന് പറയുമ്പോൾ അവയെ, ഇവയെ. പിന്നെ ലെ എന്ന് പറഞ്ഞ മൃഗങ്ങളെ, മരങ്ങളെ, ഇങ്ങനെയൊക്കെ പറയേണ്ടി വരില്ലേ? ഇത് പറയണമെങ്കിൽ കോ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ്? സേ ആൻഡ് കോ. പിന്നെയാണ് ക, കി, കെ. ക, കി, കെ ഇതിന്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ്? ഇന്റെ, യുടെ, ഉള്ള, ലേ. നിന്റെ, എന്റെ, നിന്റെ, അവന്റെ എന്നൊക്കെ പറയേണ്ടി വരില്ലേ? ഇതിന് ക, കി, കെ ആണ് യൂസ് ചെയ്യാം. അതുപോലെ ഉടെ, ഉള്ള, ലേ. ഉട എന്ന് പറഞ്ഞാൽ അവയുടെ, യൂസുഫലിയുടെ, നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ലേ എന്ന് പറയുമ്പോൾ വെള്ളത്തിലെ, മരത്തിലെ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി ആയിട്ട് വരും. ഇതൊക്കെ വേർഡുകൾ തമ്മിൽ കണക്ട് ചെയ്ത് പറയാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും പഠിക്കാതെ നമുക്ക് ഒരു ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഇതാണ് അധികം ആളുകളുടെ പ്രശ്നം. അപ്പൊ ഇതൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സേ എവിടേക്കാണ് യൂസ് ചെയ്യുക, കോ എവിടേക്കാണ് യൂസ് ചെയ്യുക, കാക്കിക്ക് എവിടേക്കാണ് യൂസ് ചെയ്യുക. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പെർ, അതുപോലെ മേ. മേയും പെറും ഒരു വളരെ സിമ്പിൾ ആണ്. നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് ഉപയോഗിക്കുന്ന, എന്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന കാര്യം പെറും മേയും. ഇതിന്റെ ഒരു പ്രത്യേകത വളരെ രസകരം. ഏതാണ്ട് രണ്ടിന്റെ അർത്ഥം സെയിം ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല, അർത്ഥം തെറ്റില്ല. പക്ഷെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് മേ എന്ന് പറയുന്ന സംഗതിയുടെ ഒറിജിനൽ അർത്ഥം വരുന്നത് ഉള്ളിൽ, അകത്ത് എന്നൊക്കെയാണ് മേ എന്ന് പറയുന്ന അർത്ഥം. അതുപോലെ പെർ എന്ന് പറയുന്ന സംഗതിയുടെ എന്ന പ്രത്യയത്തിന്റെ അർത്ഥങ്ങൾ വരുന്നത് അവിടെയും എന്ന് വരുന്നുണ്ട്. മുകളിൽ, പുറത്ത്, ഈ മൂന്നെണ്ണാണ്. ഇത് നമുക്ക് അങ്ങോട്ട് മേന്റെ സ്ഥാനത്ത് പെറും, പെറിന്റെ സ്ഥാനത്ത് മേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, തെറ്റൊന്നുമില്ല. പക്ഷെ ചില സ്ഥലത്ത് പ്രശ്നമാണ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ മാർക്കറ്റിൽ പോയിരുന്നു എന്ന് നമ്മൾ പറയാം. മാർക്കറ്റിൽ അവിടെ ഒരു ഉണ്ട്. അവിടെ നമ്മൾ മേ യൂസ് ചെയ്യോ, പെർ യൂസ് ചെയ്യോ? സ്വാഭാവികം നമുക്കറിയാം മേ ആണല്ലേ. പക്ഷെ അവിടെ നമുക്ക് പെർ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു നോക്കാം. മേ മാർക്കറ്റ് പെർ ഗയാ ഥാ. മേ മാർക്കറ്റ് പെർ ഗയാ ഥാ. അതൊരു തെറ്റായിട്ടുള്ള ഫ്രേസ് ആണ്, അങ്ങനെ പറയില്ല. മേ മാർക്കറ്റ് മേ ഗയാ ഥാ എന്നാണ് പറയല്. മേ മാർക്കറ്റ് മേ ഗയാ ഥാ, ഞാൻ മാർക്കറ്റിൽ പോയിരുന്നു. ഓക്കെ, ഇതുപോലത്തെ സംഗതികളുണ്ട്. അതുപോലെ വേറെ രസകരമായിട്ടുള്ള ഒന്നുണ്ട്. മേശയുടെ മുകളിൽ പുസ്തകമുണ്ട്. മേശയുടെ മുകളിൽ അവിടെ ഒരു ഇല്ലില്ല. മേ എന്ന് പറയുന്ന ഇല്ലെന്ന് പറയുന്ന ഒരു അർത്ഥം മേക്ക് കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മേ വെച്ചിട്ട് അത് പറഞ്ഞൂടെ? എങ്ങനെ? മേസ് മേ കിതാബ് ഹേ, മേസ് മേ കിതാബ് ഹേ. പറയാൻ നല്ല ബുദ്ധിമുട്ടാണ്. മേസ് മേ കിതാബ് ഹേ, മേശയുടെ മുകളിൽ പുസ്തകമുണ്ട്. അർത്ഥം സെയിം തന്നെയാണ്, മേശയുടെ മുകളിൽ പുസ്തകമുണ്ട് എന്നാണ് അർത്ഥം. പക്ഷെ അവിടെ പറയേണ്ടത് മേസ് പെർ കിതാബ് ഹേ എന്നാണ്. മേസ് പെർ കിതാബ് ഹേ. ഇതുപോലെ മേക്ക് യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങളുമുണ്ട്, പെറിന് യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങളുമുണ്ട്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അതുപോലെ സ്കൂളിൽ, ബാഗിൽ, വെള്ളത്തിൽ, ഹൃദയത്തിൽ, ചിന്തയിൽ, ഇങ്ങനെ കുറെ പറയേണ്ടി വരില്ല. അതായത് സ്കൂൾ മേ, ബാഗ് മേ, പാനി മേ, സോച്ച് മേ, ദിൽ മേ, ഇങ്ങനെയൊക്കെ പറയുന്ന സ്ഥലത്ത് ഇതിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ മേ ആണ് യൂസ് ചെയ്യാം. ചെറിയൊരു ഉദാഹരണം നൽകിയെന്നുള്ളൂ കേട്ടോ. അതുപോലെ പെർ എന്ന് പറയുമ്പോൾ നമുക്ക് ദിവാർ പെർ എന്ന് പറഞ്ഞാൽ ചുമരിൽ. അതുപോലെ മേസ് പെർ,
സിർ പെർ തലയിൽ, കാം പെർ ജോലിയിൽ. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് പെർ ആണ് യൂസ് ചെയ്യാം. രണ്ടിന്റെ അർത്ഥങ്ങൾ എന്താണ്? ഇൽ എന്ന് പറയുന്ന ആ ഒരു ശബ്ദമാണ് രണ്ടും നൽകുന്നത്. അപ്പോൾ ഇതാണ് മേയും പെറും തമ്മിലുള്ള ഒരു ചെറിയൊരു പറഞ്ഞു തരാണ്. രണ്ടിന്റെ അർത്ഥം ഒരുപോലെ സെയിം ആണ്, പക്ഷെ പെർ യൂസ് ചെയ്യേണ്ട സംഗതികളുണ്ട്, മേ യൂസ് ചെയ്യുന്ന സംഗതികളുണ്ട്. പക്ഷെ ഇത് മേയും പെറും അങ്ങോട്ട് ഒന്ന് കൂട്ടിക്കലർത്തിയാലോ അർത്ഥം സെയിം തന്നെയാണ്, ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ചില സ്ഥലത്ത് അത് ഭയങ്കര വിഡിത്തമായിട്ട് മാറും. അത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഹിന്ദി വളരെ സീരിയസ് ആയിട്ട് പഠിക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് ഒന്ന് സീരിയസ് ആയിട്ട് പഠിക്കേണ്ട അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഞാനൊരു കോഴ്സ് നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. 2 മാസത്തെ വാട്സപ്പ് മുഖേനയുള്ള കോഴ്സാണ്. ഈ 2 മാസം കൊണ്ട് ഇത് സംസാരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ വിചാരിക്കും പൈസ കൊടുത്താൽ പോകുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആദ്യം 3 ദിവസത്തെ ഫ്രീ ആയിട്ടൊരു ക്ലാസ് തരാം. അത് കേട്ട് എനിക്കിത് പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഫീസ് അടച്ചാൽ മതി. അങ്ങനത്തെ ഒരു കിഡിലൻ ഓഫറും തരാം. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ ഉണ്ട്, അതിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ഉറപ്പാണ് നിങ്ങൾക്ക് ഹിന്ദി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു കോഴ്സോട് കൂടെ നിങ്ങളുടെ ഹിന്ദി നമുക്ക് വേറെ ലെവലിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വ്യക്തിപ്രതി എന്ന് പറഞ്ഞ സെക്ഷൻ ഇതോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരാളും കൂടി ഉണ്ട്, കേലിയെ, പക്ഷെ അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. കേലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേണ്ടി എന്നാണ്, അവർക്ക് വേണ്ടി, ഇവർക്ക് വേണ്ടി എന്നാണ്. ഞാനിപ്പോ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട സംഗതികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പഠിപ്പിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. अगले वीडियो में फिर मिलेंगे. धन्यवाद.